മൊഡ്യൂൾ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, മൊഡ്യൂൾ 5 ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വേരിയസ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആണ്. അപ്പോൾ സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വോൾട്ടേജ് സെൻസർ ഉണ്ട്, കറണ്ട് സെൻസർ ഉണ്ട്, ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, ഗ്യാസ് സെൻസർ ഉണ്ട്, കൂളൻ സെൻസർ ഉണ്ട്, ഐസൊലേഷൻ സെൻസർ ഉണ്ട്. അപ്പം ഇത് ഓർത്ത് വെക്കണം. വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ, അതെന്തിനാണോ ഉള്ളത് സെൻസ് ചെയ്യുന്നത് അറിയാമല്ലോ. ടെമ്പറേച്ചർ, വോൾട്ടേജ്, കറണ്ട്. പിന്നെയുള്ള ഗ്യാസ് സെൻസർ എന്തിനാണ് നമുക്കറിയാം. സെല്ല് ബാറ്ററി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് സെല്ലിൽ ഇലക്ട്രോലൈറ്റിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ ഗ്യാസ് റിലീസ് ചെയ്യും. ആ ഗ്യാസ് റിലീസ് ചെയ്ത് ആ ഒരു പ്രഷർ കാരണം തെർമൽ റണ്ണവേ ഉണ്ടാകും. എന്താ സംഭവിക്കുന്നത്? എക്സ്പ്ലോഡ് ചെയ്യുമല്ലോ, ഇലക്ട്രോലൈറ്റ് എക്സ്പ്ലോഡ് ചെയ്യും. ആ ഒരു പ്രഷർ നമ്മൾ ആ ഗ്യാസ് എൻക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ ഗ്യാസ് കാരണം പ്രഷർ ഉണ്ടാകുന്ന പ്രഷർ കാരണം എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ തെർമൽ റണ്ണവേ ഉണ്ടാകും. ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ കൂളൻ സെൻസേഴ്സ് ഉണ്ട്. നമുക്കറിയാം ലിക്വിഡ് കൂളിങ്ങിൽ കൂളൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ കൂളൻ്റെ ലീക്കേജ് അറിയാനുള്ള സെൻസർ ഉണ്ട്, ഐസൊലേഷൻ സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഓരോ സെൻസർ വന്നത്. ടെമ്പറേച്ചർ സെൻസർ, കറണ്ട് സെൻസർ, വോൾട്ടേജ് സെൻസർ, അതൊക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നോട്ട് ഓൺ പൊസിഷൻ സെൻസർ ആൻഡ് ബാറ്ററി മോണിറ്ററിങ് സെൻസർ. ഓക്കെ, പൊസിഷൻ സെൻസർ നമ്മളെ മൊഡ്യൂൾ 3 SVPWM വീഡിയോ കണ്ടാൽ അറിയാം. അതായത് റോട്ടറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷൻ സെൻസർ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പൊസിഷൻ സെൻസർ പേര് പോലെ തന്നെ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് കമ്പോണൻസ് സച്ച് ആസ് പെഡൽസ്, വീൽസ്, മോട്ടർ, ഗിയർ, സ്റ്റിയറിംഗ്, എവിടെയൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടോ അവിടെയൊക്കെ പൊസിഷൻ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടൈപ്സ് ആണ് ത്രോട്ടിൽ, പെഡൽ പൊസിഷൻ സെൻസർ, മോട്ടർ, റോട്ടർ പൊസിഷൻ സെൻസർ, വീൽ സ്പീഡ് സെൻസർ, എക്സെട്ര. പിന്നെ ബാറ്ററി മോണിറ്ററിംഗ് സെൻസർ, ബാറ്ററിയിലെ ടെമ്പറേച്ചർ, വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ, ഇൻസുലേഷൻ, അതൊക്കെ സ്റ്റേറ്റ് ഓഫ് ചാർജ്, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. പിന്നെ അടുത്തെന്ന് പറയുമ്പം ഷോ ദ പൊസിഷൻ ഓഫ് സെൻസിങ് ആൻഡ് മെഷർമെൻറ്റ് ഡിവൈസസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ ആർക്കിടെക്ചർ. ഓക്കെ, അത് സെയിം ആൻസർ തന്നെയാണ്. മെഷർമെൻറ്റ് ഇവിടെ സെൻസേഴ്സ് ഉണ്ട്, ബാറ്ററി സെൻസർ ഉണ്ട്, മോട്ടോർ പൊസിഷൻ സ്പീഡ് സെൻസർ, പെഡൽ സെൻസർ, തെർമൽ സെൻസർ, ചാസി സെൻസർ. ഓൾ ECUs കമ്മ്യൂണിക്കേറ്റ് ത്രൂ CAN ആൻഡ് ഷെയർ റിയൽ ടൈം ഡാറ്റ. CAN ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാലിഡേഷൻ ആൻഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ, ഇതും കുറേ അടുത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ടെസ്റ്റിംഗ്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വാലിഡേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എലമെൻറ്റ് ലെവൽ വാലിഡേഷൻ എന്താണ്? നമ്മൾ ഓരോ ബാറ്ററിയുടെ സെല്ല്, ഓരോ ബാറ്ററിയുടെ ആ മൊഡ്യൂളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പാക്ക്, അതിൻ്റെ എല്ലാം സേഫ്റ്റിയും പെർഫോമൻസും ചെക്ക് ചെയ്യുന്നു. പിന്നെ കമ്പോണൻറ്റ് ലെവൽ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണൻസിനെ ടെസ്റ്റ് ചെയ്യുന്നു, മോട്ടർ, കൺട്രോളർ, ഇൻവെർട്ടർ. പിന്നെ സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോട്ടറിൻ്റെ സിസ്റ്റം എല്ലാം കൂടി കൂട്ടിയിട്ട് മോട്ടർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് സിൻക്രണൈസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ വാലിഡേറ്റ് മോട്ടർ സബ്സിസ്റ്റം, ബാറ്ററിയിലെ എല്ലാ കമ്പോണൻസും കൂടി ചേർന്നിട്ട് നേരെ പോകുന്നുണ്ടോ നോക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ പവർ ട്രെയിൻ വാലിഡേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്ന പവർ ട്രെയിൻ ഇലക്ട്രിക് വെഹിക്കിളിൽ എഞ്ചിനൊന്നുമല്ല. ഇലക്ട്രിക് വെഹിക്കിളിൽ പവർ ട്രെയിൻ ഉദ്ദേശിക്കുന്ന ബാറ്ററിയിൽ നേരെ ഇൻവെർട്ടറിൽ നേരെ മോട്ടർ. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ എന്നാണ്. പിന്നെ വെഹിക്കിൾ ലെവൽ അല്ലെങ്കിൽ ലാബ് ലെവൽ വാലിഡേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാബ് ലെവൽ വാലിഡേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ടെസ്റ്റിംഗ് ദ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ കൺട്രോൾഡ് കണ്ടീഷൻ, കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓൺ റോഡ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഇനി ശരിക്കും റോഡിൽ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് EV അണ്ടർ റിയൽ റോഡ് ലെവൽസ്, റിയൽ റോഡ് ലോഡ്സ്. ഓക്കെ, സോറി. അപ്പം ഇതിൽ നമുക്കറിയാം ഓരോ ടെറൈൻ ഉണ്ടാവും അല്ലേ. നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ എല്ലാ റിയൽ റോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളയിലെ റോഡ്സിൽ നമുക്കറിയാമല്ലോ, കുണ്ടും കുഴിയും എല്ലാം കയറി പോകുമെന്നൊക്കെ നോക്കണം. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാലിഡേഷൻ ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഇമ്പോർട്ടൻസ് ഓഫ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എൻഷോർസ് ഇലക്ട്രിക് വെഹിക്കിൾ സേഫ്റ്റി ബൈ ഡിറ്റക്ടിങ് ബാറ്ററി, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ ഫോൾട്ട്, റെഡ്യൂസസ് പ്രോഡക്റ്റ് ഫെയിലിയേഴ്സ് ആൻഡ് വാറൻറ്റി കോസ്റ്റ്. അപ്പം ഇതുപോലെ എല്ലാം ടെസ്റ്റ് ചെയ്താലേ ഫെയിലിയർ എല്ലാം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇൻ്റർ ECU, അതായത് നമുക്കറിയാം IC എഞ്ചിനിൽ ഒരൊറ്റ ECU ഉള്ളൂ. ഇവിടെ കുറേ ECUs ഉണ്ട്. അപ്പോൾ ഈ ECU തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആളാണ് CAN എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ വെഹിക്കിൾ വാലിഡേഷൻ ആൻഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ. എഗെയിൻ വീണ്ടും വെഹിക്കിൾ വാലിഡേഷനെ കുറിച്ച് പറഞ്ഞാൽ അതന്നെ പറയണം. സിസ്റ്റം ഇൻറ്റഗ്രേഷൻ കണക്ട്സ് ഓൾ കമ്പോണൻറ്റ് അല്ലേ. സിസ്റ്റമിനെ മൊത്തത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, എല്ലാത്തിനെയും ടുഗെദർ കൊണ്ടുവരാൻ, ബാറ്ററി, മോട്ടർ, ഇൻവെർട്ടർ, ECU ഇൻറ്റു വൺ സിസ്റ്റം. എന്നിട്ട് ഇവന്മാരെല്ലാവരും കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ കമ്പാറ്റബിൾ അല്ല എന്നെല്ലാം പറയുന്ന പോലെ ഇവന്മാർ മോട്ടറും
മോട്ടറും ബാറ്ററിയും ഒരുമിച്ച് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നു, മോട്ടർ ഇൻവെർട്ടർ ഒരുമിച്ച് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നോക്കുന്ന എന്താ, വാലിഡേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു സിസ്റ്റം ലെവൽ ടെസ്റ്റിംഗ് പറഞ്ഞല്ലോ, പവർ സബ് സിസ്റ്റം ലെവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പവർ ട്രെയിൻ ടെസ്റ്റിംഗ് വാലിഡേഷൻ പറഞ്ഞല്ലോ. അതിലാണ് നമ്മൾ ഇവന്മാരെല്ലാവരെയും കമ്പാറ്റബിലിറ്റി നോക്കുന്നത്. അതിപ്പോൾ ഇലക്ട്രിക്കൽ, സോഫ്റ്റ്വെയർ, തെർമൽ, മെക്കാനിക്കൽ എല്ലാത്തിൻ്റെയും കമ്പാറ്റബിലിറ്റി നോക്കുക ഒരുമിച്ച്. ഓക്കെ, detects mismatches between hardware and software, ensures final electric vehicle functions as intended before production. പിന്നെ നമുക്കുള്ള ക്യാൻ ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക്. ക്യാൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ സി എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റൊരു ഇ സി ഉള്ളൂ അല്ലേ. നമ്മൾ മറ്റേ എഞ്ചിനിൽ ഇ സി യു എന്ന് പറയുന്ന എല്ലാം കൂടെ ഉള്ള ഒരു ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റൊരു ഇ സി യുന് പകരം മൾട്ടിപ്പിൾ ഇ സി യുസ് ആണുള്ളത്. മോട്ടറിന് ഒരു മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ഒരു ഇ സി യു. ഓക്കെ, പിന്നെ നമ്മൾ ബാറ്ററി നോക്കുകയാണെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ഇ സി യു. അപ്പോൾ ഇവർക്കെല്ലാം ഒരു മൾട്ടിപ്പിൾ ഇ സി യുസ് ആണുള്ളത്. ഇപ്പോൾ ഈ ഇ സി യുസ് എല്ലാം ഒരുമിച്ച് എന്താ സംഭവിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം മോട്ടർ പറയാണ് അല്ലെങ്കിൽ ബാറ്ററി പറയാണ് ബാറ്ററി ഓവർ ഹീറ്റ് ആകുമ്പോൾ ഈ ബാറ്ററി ഓവർ ഹീറ്റ് ആയതിനനുസരിച്ച് നമ്മളിപ്പോൾ ഇവിടെ പവർ കുറയ്ക്കേണ്ടത്, മോട്ടറിൻ്റെ പവർ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ക്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻ എന്താ ചെയ്യുന്നത്, മോട്ടറിനെ സ്പീഡ് കുറയ്ക്കും. ഓക്കെ, കാരണം എന്താ, ഇവിടെ നമ്മളെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ കുറയുന്നവരെ മോട്ടറിന് പവർ കുറച്ചേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഇൻവെർട്ടറിലാണെങ്കിൽ ഒരു ഇ സി യു ഉണ്ട്, ഇൻവെർട്ടറും മോട്ടറും കൂടിയും ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്കിൽ എവരി സബ് സിസ്റ്റംസ് ലിങ്ക് ചെയ്തത്. ഇനി ഇതിന് ഫ്രെയിം ടൈപ്പ് ഉണ്ട്. ക്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്കിന് ഫ്രെയിം ടൈപ്സ് ഉണ്ട്. ഡാറ്റ ഫ്രെയിം, റിമോട്ട് ഫ്രെയിം, എറർ ഫ്രെയിം, ഓവർലോഡ് ഫ്രെയിം, ഇൻ്റർ ഫ്രെയിം സ്പേസ്. ഓക്കെ, ഇത് എല്ലാം എളുപ്പം മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പം കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ അല്ല. ഓക്കെ, ഇതൊരു ഫിസിക്കൽ ഹാർഡ്വെയർ അല്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക് എന്ന ഒന്നുമില്ല. അതായത് എല്ലാ ഇ സി യുസിനും കൂടി കണക്ട് ചെയ്തേക്കുന്ന 2 വയർ വെച്ചിട്ടാണ്, എച്ച് എൽ എന്ന് പറയും, ക്യാൻ എച്ച് ക്യാൻ എൽ എന്ന് പറഞ്ഞിട്ട്. ഈ 2 വയർ വെച്ചിട്ടാണ് എല്ലാ ഇ സി യുസിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താ, നമുക്ക് വയറിംഗ് കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഡാറ്റ ഫ്രെയിം ഉണ്ട്. ഡാറ്റ ഫ്രെയിം എന്താ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ഡാറ്റ, ഇ സി യു ഡാറ്റ, ഓരോ ഇ സി യുന്നും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. റിമോട്ട് ഫ്രെയിം എന്താണ്, അനദർ നോഡിൽ നിന്ന് ഡാറ്റ റിക്വസ്റ്റ് ചെയ്യും. ഇറർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എളുപ്പം ആ പേരിലുള്ള പോലെ തന്നെ എന്തെങ്കിലും ഇറേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ഓവർലോഡ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ സംഭവിക്കുക, ഒരു ഇ സി യുവിൽ ഓവർലോഡ് വന്നാൽ ആ ഇ സി യുവിനെ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി സ്ലോ ആയിട്ട് അടുത്ത മെസ്സേജ് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, യൂസ് ടു ഡിലേ നെക്സ്റ്റ് മെസ്സേജ് ഇഫ് ദ റിസീവർ ഇസ് ബിസി. പിന്നെ ഇൻ്റർ ഫ്രെയിം സ്പേസ് സെപ്പറേറ്റ്സ് 2 ഫ്രെയിംസ്. പിന്നെ ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. കമ്മ്യൂണിക്കേഷൻ നാം പറഞ്ഞ പോലെ തന്നെ വയറിംഗ് കോംപ്ലക്സിറ്റി ആകെ 2 വയറേ ഉള്ളൂ അല്ലേ. 2 വയർ ബസ് റീപ്ലേസസ് മൾട്ടിപ്പിൾ വയർസ്. നമ്മൾ ഐ സി എഞ്ചിനിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈസി ഉള്ളൂ. അപ്പോൾ അതിലോട്ട് എല്ലാ വയറും കൊണ്ട് എത്തുമ്പോൾ ഫുൾ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ റിയൽ ടൈം ഡാറ്റ ഷെയറിംഗ് ബിറ്റ്വീൻ ഇ സി യു, റോബസ്റ്റ് ഇറർ ഡിറ്റക്ഷൻ, നമ്മളിവിടെ പറഞ്ഞല്ലോ ഇറർ ഫ്രെയിം. ഓക്കെ, പിന്നെ ഹൈ നോയ്സ്. ഇവിടെ നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, അൺവാണ്ടഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, അൺവാണ്ടഡ് സിഗ്നൽസിനെല്ലാം ഒഴിവാക്കും. ഓക്കെ, സ്യൂട്ടബിൾ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ എൻവയോൺമെൻറ്റ്. പിന്നെ സപ്പോർട്ട്സ് മൾട്ടി മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. മൾട്ടി മാസ്റ്റർ എന്ന് പറയുന്നത് സിംഗിൾ മാസ്റ്റർ അല്ല നമ്മൾ ഐ സി എഞ്ചിന് പോലെ. ഇവിടെ എല്ലാത്തിനും ഓരോരോ ഇ സി യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ മാസ്റ്റേഴ്സാണ്. അപ്പോൾ മൾട്ടി മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് ആഡിങ് മോർ സെൻസേഴ്സ് ആൻഡ് ഇ സി യൂസ്. ഇനിയും കുറേ ഇ സി യൂസ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്യാൻ നമ്മൾ പറയുന്നത് ഇതിൽ അഡ്വാൻറ്റേജസ് ആണ് ക്യാൻ നമ്മളിപ്പോൾ പറഞ്ഞത്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡാറ്റ റേറ്റ് ആണ്. only 1 Mbps/second. അതായത് ഇപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറക്ക് പറയുന്ന ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറ അല്ല ഫയൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 to 1000 Mbps വരെ വേണം. ഇവിടെ എന്താണ് 1 Mbps മതി. അപ്പം Mbps പറ്റത്തുള്ളൂ. അതായത് ഇപ്പം വലിയ വലിയ ഫയൽസും ഡാറ്റയൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടോർക്ക് സ്പീഡ് ഇത്ര അല്ലെങ്കിൽ ടോർക്ക് സ്പീഡ് ഡിക്രീസ് ഇത്ര ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര ലിമിറ്റഡ് ഡാറ്റ റേറ്റ് ആണുള്ളത്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ ബാൻഡ് വിഡ്ത്ത് മൾട്ടിമീഡിയ. കാരണം മൾട്ടിമീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം റിയർ ക്യാമറയുടെ 360 വ്യൂ അതൊക്കെ മൾട്ടിമീഡിയ ആണ്. കുറേ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ വലിയ MBPS ഡാറ്റയാണ്, അതൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റിക്വയർ സ്ട്രിക്റ്റ് ടൈമിംഗ് ഡിസൈൻ ഫോർ പ്രയോറിറ്റി ആർബിട്രേഷൻ. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പ്രയോറിറ്റി ആർബിട്രേഷൻ എന്ന് വെച്ചാൽ ഇപ്പം കുറേ ക്യാനും കൂടി ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പം ഇതിൽ ഏതാണോ പ്രയോറിറ്റി കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത്, അതിന് കറക്റ്റായിട്ട് നമ്മൾ ടൈമിങ് കൊടുക്കണം. ഏതിനാണോ പ്രയോറിറ്റി കൂടുതൽ അതായിരിക്കണം ആദ്യം പോകേണ്ടത്. അങ്ങനെ define CAN and write the note on CAN bus frame types same. Draw and describe basic architecture of CAN. അത് 2 viral differential
2 വയർ ഡിഫറൻഷ്യൽ ബസ്സാണ്. ക്യാൻ എച്ച് ക്യാൻ എൽ ഞാൻ പറഞ്ഞ പോലെ കുറേ മൾട്ടിപ്പിൾ ECUs ഒരുമിച്ച് വരയ്ക്കുക. പിന്നെ ടെർമിനേഷൻ റെസിസ്റ്റേഴ്സ് അറ്റ് ബോത്ത് എൻഡ്. ഇത് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ആൻസർ ഇതിൻ്റെ പിക്ചർ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, പിന്നെ ബസ് ട്രാൻസ്സീവർ കൺവേർട്സ് ലോജിക്ക് ഇൻ ടു ഡിഫറെൻറ്റ് സിഗ്നൽ. അപ്പോൾ ഇത് ആ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 3 to 4 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞാൽ മതി. പിന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ചലഞ്ചസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ചലഞ്ചസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിങ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കമ്പാറ്റബിലിറ്റി വിത്ത് മൾട്ടിപ്പിൾ ചാർജിങ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമ്മളെ ക്യാൻ എന്ന് ഇലക്ട്രിക് വെഹിക്കിളിൽ ആദ്യം ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ചാർജിങ് സ്റ്റാൻഡേർഡ്സ് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാത്തിനും കമ്പാറ്റബിൾ ആവുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. പിന്നെ വോൾട്ടേജ് കറൻറ്റ് മിസ്മാച്ച് കോസിങ് ചാർജിങ് ഫെയിലിയർ, എൻഷുറിങ് EMC കംപ്ലയൻസ്, കൂളിംഗ്, ഇൻസുലേഷൻ, ഗ്രൗണ്ടിങ്, ഹൈ വോൾട്ടേജ് സേഫ്റ്റി. സോഫ്റ്റ്വെയർ ചലഞ്ചസിൽ എന്തൊക്കെയായിരുന്നു? സോഫ്റ്റ്വെയർ ഭാഗത്തുനിന്ന് ഡിറ്റക്റ്റിംഗ് സപ്പോർട്ടഡ് ചാർജിങ് പ്രോട്ടോകോൾ ഓട്ടോമാറ്റിക്കലി. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ഷൻ അതൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ ഇംപ്ലിമെൻറ്റിംഗ് സേഫ് റിയൽ ടൈം കൺട്രോൾ ഓഫ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, VCUs എക്സെട്ര. ഓക്കെ, പിന്നെ കോംപ്ലക്സ് ഡയഗ്നോസ്റ്റിക്, ഫേംവെയർ മാനേജ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ മറികടക്കേണ്ട ഒരു ചലഞ്ച് തന്നെയാണ്. വീണ്ടും ഡിസ്ക്രൈബ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ചാലഞ്ച് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്. പറഞ്ഞ പോലെ ഇൻറ്റഗ്രേഷൻ മൾട്ടിപ്പിൾ ECUs ഫ്രം ഡിഫറെൻറ്റ് സപ്ലയേഴ്സ് എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. സൈബർ സെക്യൂരിറ്റി റിസ്ക് ഒരു ചലഞ്ച് തന്നെയാണ്. ഹൈ കോംപ്ലക്സിറ്റി ഇൻ തെർമൽ മാനേജ്മെൻറ്റ് ആൽഗോരിതമിൽ വളരെ കോംപ്ലക്സ് ആണത്. അപ്പോൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു ചലഞ്ചാണ്. പ്രോട്ടോകോൾ കമ്പാറ്റബിലിറ്റി ഒരു ചലഞ്ചാണ്. ചാസി ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ എഞ്ചിൻ ഇല്ല അല്ലേ. നമ്മൾ ചാസി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ എഞ്ചിൻ ഇല്ല. അപ്പം പകരം എന്താ ഉള്ളത്? ഒരു ബാറ്ററി പാക്കാണുള്ളത്. ഈ ബാറ്ററി പാക്ക് എവിടെ വെക്കുന്നത്? നമ്മളെ കാല് വെക്കുന്ന അടുത്തല്ലേ, ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തന്നിട്ട്, ഇത് വോൾക്സ്വാഗൻ്റെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട ഒരു സ്കേറ്റ് ബോർഡ് ഡിസൈൻ എന്ന് പറയും ഇതിന്. ബാറ്ററി പാക്ക് മൊത്തത്തിൽ നമ്മുടെ വണ്ടീൻ്റെ ഫ്ലോറിലാണ് വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ IC എഞ്ചിനെ അപേക്ഷിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴോട്ട് പോകും. വെയിറ്റ് എവിടെയാണ് കൂടുതൽ തങ്ങിയിരിക്കുന്നത്? അടിയിലാണ്. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് നോക്കി നോക്കിയാൽ ഇവിടെ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എയറോഡൈനാമിക് ആയിട്ട് നമ്മുടെ ഈ സ്പേസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ചാസി ഡിസൈൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ലൈറ്റ് വെയ്റ്റ് ടു ഇൻക്രീസ് റേഞ്ച്. ഓക്കെ, ചാസി എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം ബട്ട് സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് അവർ ബാറ്ററി പാക്ക്. പിന്നെ ഡിസൈൻ ഫോർ ഹൗസിങ് എ ലാർജ് ഫ്ലാറ്റ് ബാറ്ററി പാക്ക്, emphasis on rigidity, impact absorption, crash safety, പിന്നെ റിക്വയർസ് തെർമൽ പാത്വേസ് ഫോർ ബാറ്ററി കൂളിംഗ്. ഇതിനെല്ലാം നമ്മൾ ചാസി ഡിസൈൻ ചെയ്യുമ്പോൾ റിക്വയർമെൻറ്റ്സ് ആണ് ഓരോന്നും. പിന്നെ ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നു, അലുമിനിയം ഉപയോഗിക്കുന്നു, കോമ്പോസിറ്റ്സ് ഉപയോഗിക്കുന്നു, വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇലക്ട്രിക് മോട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ അതിനും വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്തും വേണം. പിന്നെ ഡിഫറൻസ് ഫ്രം IC എഞ്ചിൻ എന്ന് പറയുന്നത് എഞ്ചിനില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമാണ്, ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വന്നു, എയറോഡൈനാമിക്സ് കൂട്ടാൻ പറ്റും. പിന്നെ എക്സോസ്റ്റ് സിസ്റ്റം ഇല്ല. ഇതെല്ലാം എഴുതാൻ പറ്റാവുന്നേ ഉള്ളൂ. ടിപ്പിക്കൽ ചാസി ഡിസൈൻ ആൻഡ് ബാറ്ററി പാക്ക് പൊസിഷനിങ് ഇൻ ആൻ EV എന്ന് പറയുമ്പോൾ ഇതന്നെ. ബാറ്ററി പാക്ക് യൂഷ്വലി പ്ലേസ് ഓൺ ദ ഫ്ലോർ സ്കേറ്റ് ബോർഡ് ഫോർ ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ആൻഡ് ഹാൻഡ്ലിംഗ് അല്ലേ. നമുക്കിവിടെ കറക്റ്റ് ഒരു യൂണിഫോം ആയിട്ട് ഏരിയ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റെബിലിറ്റി ഹാൻഡ്ലിംഗ് കൂടും. Protective enclosure with crash resistant structure, pack act as a part of chassis load bearing structures. പിന്നെ എന്താണ്? ചാസി മെയ്ഡ് ഫ്രം അലൂമിനിയം അല്ലെങ്കിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വെക്റ്റർ ടൂൾസ് ഫോർ EV സിമുലേഷൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഒരു 1-2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളൂ. വൈ ഡു വി യൂസ് വെക്റ്റർ ടൂൾസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിളിൽ എന്തിനാണ് നമ്മൾ വെക്റ്റർ ടൂൾസ് ഉപയോഗിക്കുന്നത്? ഇവിടെ കുറേ ECUs ഉണ്ടല്ലേ. അപ്പം ഇവിടെ ഇത് ആൻസർ വായിച്ച് നോക്കുകയാണെങ്കിൽ യൂസ് ഫോർ ടെസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ലൈക്ക് CAN, LIN, FEXRAY, സിമുലേറ്റ് ECU ബിഹേവിയർ വിത്തൗട്ട് ഫിസിക്കൽ ഹാർഡ്വെയർ, വാലിഡേറ്റ് CAN മെസ്സേജസ്, ഡയഗ്നോസ്റ്റിക്സ്, ഫോൾട്ട് ഹാൻഡ്ലിംഗ്, യൂസ്ഫുൾ ഫോർ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, അങ്ങനെ അവർ കുറച്ച് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് റിയൽ ECU നമ്മൾ വെക്റ്റർ ടൂൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽ ECUവിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ബിക്കോസ് വെക്റ്റർ സോഫ്റ്റ്വെയർ ക്യാൻ ആക്ട് ലൈക്ക് ദാറ്റ് ECU ആൻഡ് ബിഹേവ് എക്സാക്ട്ലി ദ സെയിം. പിന്നെ വെക്റ്റർ ടൂൾസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് എഞ്ചിനീയേഴ്സ് ചെക്ക് വെദർ
different vehicle networks are working properly by sending and receiving test messages. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിയൽ ECUവിൻ്റെ ആവശ്യമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ it checks whether the messages can send messages which are sent over the CAN are correct messages ആണോ ഇവർ തമ്മിൽ CAN സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും. ഓക്കെ, ആൻഡ് ഓൾസോ ദ സിസ്റ്റം അവർ കറക്റ്റ് പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ഇഫ് സംതിങ് ഗോസ് റോങ്. പിന്നെന്താ യൂസ്ഫുൾ ഫോർ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. യൂസ്ഫുൾ ഫോർ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എല്ലാ പാർട്ടും ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ വെക്റ്റർ ടൂൾസ് എന്ത് ചെയ്യും, ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ ആസ് വൺ സിസ്റ്റം. പിന്നെന്താ റെഡ്യൂസ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് കോസ്റ്റ് അല്ലേ. റെഡ്യൂസ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹാർഡ്വെയർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ടൈം കുറയ്ക്കാൻ പറ്റും. പെർഫോം ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ഫോർ ലാർജ് സിസ്റ്റം അല്ലേ. നമ്മൾ മാനുവലി 100 പ്രോബ്ലംസ് 100 ടെസ്റ്റ് മെസ്സേജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ വെക്റ്റർ സോഫ്റ്റ്വെയറിൽ വെക്റ്റർ ടൂൾസ് സഹായിക്കും, ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും ടെസ്റ്റ് എല്ലാം. പിന്നെ സപ്പോർട്ട് കാലിബ്രേഷൻ, ഫ്ലാഷിംഗ് ആൻഡ് ഡീബഗിങ്. പിന്നെ 3 മാർക്കിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാവുന്നതേ ഉള്ളൂ. നെയിം ദ ഇമ്പോർട്ടൻറ്റ് വെഹിക്കിൾ സെൻസേഴ്സ്, വാട്ട് ആർ ദ കോമൺ സെൻസേഴ്സ് യൂസ്ഡ് ഇൻ EV, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ ഏരിയ നെറ്റ്വർക്ക് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ടെക്നോളജിക്കൽ integration challenges faced in a hybrid electric vehicle, describe battery pack of an EV. പിന്നെന്താ വാട്ട് ഈസ് CAN ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നല്ലേ. ഇമ്പോർട്ടൻസ്, എക്സാമ്പിൾസ് ഓഫ് ടെക്നോളജിക്കൽ ഇൻറ്റഗ്രേഷൻ ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇതെന്താണ്, പവർ ട്രെയിൻ കോർഡിനേഷൻ ചാലഞ്ച് അല്ലേ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണെങ്കിൽ ഇഞ്ചിനും ഉണ്ട്, പോരാത്തതിന് ആരാളെ ബാറ്ററി ഉണ്ട്, ഇഞ്ചിനും ഉണ്ട്, മോട്ടറും ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചിൻ ഒരു സംഭവം, ബാറ്ററി ഒരു സംഭവം, ഇമാരെ രണ്ടുപേരും കൂടിയും ഒരുമിച്ചാക്കുന്ന ഒരു കോംപ്ലക്സ് ആൽഗോരിതം, ഒരു ടയസം പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഈ ഇമാർ രണ്ടുപേരും കൂടി ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കോംപ്ലക്സ് കൺട്രോൾ ആൽഗോരിതംസ് ആർ നെസസറി. ബാറ്ററി engine energy management, real time optimization needed to balance fuel economy and battery state of charge അല്ലേ. അപ്പം ഇതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം ഇറ്റ് ഈസ് എ ചാലഞ്ച്. കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിറ്റി, മൾട്ടിപ്പിൾ ECUs. നമുക്കറിയാം ഇഞ്ചിനൊരു ECU ഉണ്ട് അല്ലേ, സാധാരണ ഒരു ഇഞ്ചിന് ECU, പിന്നെ മൾട്ടിപ്പിൾ ECUs ഫ്രം നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾ. ഇതെല്ലാം കൂടി ഒരുമിച്ച് സിങ്ക് ആവണം ത്രൂ ദ CAN, കമ്മ്യൂണിക്കേഷൻ ഏരിയ നെറ്റ്വർക്ക്, വിത്തൗട്ട് ഡിലേ. എന്നാലേ അതൊരു ചാലഞ്ചാണെന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ബാറ്ററി പാക്ക് ഓഫ് എൻ ഇലക്ട്രിക് വെഹിക്കിൾ. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് സെല്ലുണ്ട്, സെല്ലെല്ലാം കൂടി കൺസിസ്റ്റ് ചെയ്യും മൊഡ്യൂളെ 4 to 20 മൊഡ്യൂൾസ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ബാറ്ററി പാക്ക് കിട്ടും. അറേഞ്ച് ടു അച്ചീവ് റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കപ്പാസിറ്റി. പിന്നെ ബാറ്ററി പാക്കിൽ എന്താണ്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം നമ്മളെ സിസ്റ്റം എല്ലാം ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസിൽ തന്നെ പോകാൻ വേണ്ടി, എഫിഷ്യൻ്റായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്ലോസ് ഇൻ എ ക്രാഷ് പ്രൂഫ് ഇൻസുലേറ്റഡ് കേസിങ്. നമ്മളൊരു ബാറ്ററി പാക്ക് വെച്ചാൽ അതിനെ ഓപ്പണായിട്ട് വിടുകയല്ല ചെയ്യുന്നത്, അതിനൊരു കേസിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ കേസിങ് കാരണമാണ് നമ്മൾ മറ്റേ ഗ്യാസ് എല്ലാം എൻട്രാപ്പ് ചെയ്ത് പോകുന്നതും തിരിച്ച് തെർമൽ റണ്ണവേ എല്ലാം എക്സ്പ്ലോഷൻ നടന്ന്, കെമിക്കൽ റിയാക്ഷൻ നടന്ന് എക്സ്പ്ലോഷൻ നടന്ന് തെർമൽ റണ്ണവേ എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ കേസിങ് ഇല്ലാതിരുന്ന ഡസ്റ്റും ഇതെല്ലാം കയറൂലേ. പിന്നെ വാട്ട് ഇസ് CAN, ഡിസ്കസ് ഇറ്റ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ലിസ്റ്റ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് EV ചാസി. EV ചാസിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്താണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സ്കേറ്റ് ബോർഡാണ്, പിന്നെ ക്രാഷ് സേഫ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 5.